നമസ്കാരം. ഹൈസ്പീഡ് റെയിൽ പദ്ധതിയെക്കുറിച്ച് അറിയില്ല എന്ന കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന കേരളത്തിൻ്റെ മെട്രോമാൻ ഇ ശ്രീധരൻ. കണ്ണൂർ തിരുവനന്തപുരം ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ DPR പൊന്നാനിയിലെ DMRC താൽക്കാലിക ഓഫീസിലെ മാധ്യമസമ്മേളനത്തിൽ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രി KV തോമസുമായാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ടത്. പദ്ധതി റിപ്പോർട്ട് ഞാൻ വിശദമായി പഠിച്ച ശേഷം ശ്രീധരനുമായി സംസാരിച്ച് തീരുമാനമെടുക്കാമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു. പിന്നെ എന്താണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ കളവ് പറയുന്നത് എന്ന് അറിയില്ല. മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന KV തോമസ് കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീധരനെ ഫോൺ വിളിച്ചു പറഞ്ഞു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മുഖ്യമന്ത്രി ഈ പദ്ധതിക്ക് തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. 2024 ഫെബ്രുവരിയിൽ ഹൈസ്പീഡ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും ഈ ശ്രീധരൻ അയച്ചതായും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പദ്ധതിയോട് താല്പര്യം അറിയിച്ചിരുന്നു. കേരള പദ്ധതി റദ്ദ് ചെയ്തു എന്ന കത്ത് കൊടുത്താലേ ഈ പദ്ധതി നടക്കൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ മുറിക്ക് പുറത്തിറങ്ങിയ ശേഷം മുഖ്യമന്ത്രി ഈ രീതിയിൽ അഭിപ്രായം മാറ്റി പറയുന്നത് എന്താണെന്ന് തനിക്കറിയില്ല എന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് KM എബ്രഹാമിനെയും ബിജു പ്രഭാകരനെയും ചർച്ചയ്ക്ക് ഈ ശ്രീധരൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്നും 2 ദിവസത്തിനകം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുക്കാമെന്നും ഇവർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ കത്ത് ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കേരളത്തിന് ലഭിക്കേണ്ട വലിയ ഒരു പദ്ധതിയാണ് ഇവർ മുടക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതായത് വളരെയധികം സമയക്ലിപ്തത ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം സമയലാഭം വരുന്ന രീതിയിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഓടുന്ന തരത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമായ ആവശ്യമായ ഒരു പദ്ധതിക്കാണ് ഈ രീതിയിൽ രാഷ്ട്രീയം കളിച്ച് തുരങ്കം വയ്ക്കുവാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ശ്രമം നടത്തുന്നത് എന്ന് തന്നെയാണ് ഈ ശ്രീധരൻ ഇതിനെതിരെയുള്ള ഒരു വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു പദ്ധതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളയിൽ പദ്ധതി വരുമ്പോൾ ഇത് കേരളത്തിൻ്റെ പദ്ധതിയാണ്, കേരളം കൊണ്ടുവന്ന പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു ശ്രമമാണ്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാമെന്നൊക്കെയാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതിനൊക്കെ എതിരെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. എന്നാൽ ഈ പദ്ധതി റദ്ദ് ചെയ്യുന്നു എന്ന് നാളെ പൊതുജനം അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ വിധി എന്താകും എന്നുള്ള ആശങ്ക, അങ്ങനെയൊക്കെ ഉള്ള ആശങ്കയുടെയൊക്കെ പുറത്താണ് ഈ രീതിയിൽ അടുത്ത ഒരു പദ്ധതി കേന്ദ്രം പ്രഖ്യാപിക്കുന്നു, ഒരു ഹൈസ്പീഡ് റെയിൽ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ആ ഹൈസ്പീഡ് റെയിൽ പദ്ധതി നടപ്പിൽ വരാൻ പോകുന്നു എന്നുള്ള വാർത്ത പൊതുജനം അറിഞ്ഞാൽ തങ്ങൾക്ക് വലിയ ക്ഷീണമാകുമെന്ന രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ രീതിയിൽ മുഖ്യമന്ത്രിയുടെ സംസാരം. എന്തായാലും ഇത് കേരളത്തിലെ ജനതയാണ് ബാധിക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നതേയില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.